ഞാൻ നാട്ടിൽ പോയത് കുട്ടികളുടെ കല്യാണത്തിന് വേണ്ടി മാത്രമല്ല, അപ്പുവേട്ടൻ്റെ എൻഗേജ്മെൻറ്റും കൂടെ ഉണ്ടായിരുന്നു. അപ്പുവേട്ട ആരാന്നറിയാലോ, ന്യൂസിലാൻഡിൽ ഇവിടെ എൻ്റെ ഉള്ള കസിനാണ്. അങ്ങനെ ഞങ്ങളെല്ലാവരും പുലാപ്പറ്റയ്ക്ക് പോവാം. പുലാപ്പറ്റയിലാണ് അപ്പുവേട്ടൻ്റെ വീട്. അപ്പം തലേന്നേ പോവുകയാണ്. അഞ്ജലി ചേച്ചിയും കൂടെ ഉണ്ട്, അതായത് ഒരു ന്യൂ മെമ്പറും കൂടെ ഞങ്ങളുടെ കസിൻസ് ഗ്രൂപ്പിൽ ആഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും പോവുക. പാലക്കാടിൻ്റെ എന്താ പറയുക ഭംഗി നിങ്ങൾക്ക് ഇതിൽ കാണാം. കുറേ നാളായി ഞങ്ങൾ പുലാപ്പറ്റയിലൊക്കെ തലേ ദിവസമൊക്കെ ഇങ്ങനെ സ്റ്റേ ഒക്കെ ചെയ്തിട്ട്. കാരണം എനിക്ക് തോന്നുന്നു ഹൗസ് വാമിങ് സമയത്താണ്. അപ്പം ഞങ്ങൾ ഭയങ്കര ചെറുതായിരുന്നു. അങ്ങനെ ചെറുതല്ല, എന്നാൽ പോലും ഒരു 5th-ലോ 6th-ലൊക്കെ പഠിക്കുന്നൊരു പ്രായമായിരുന്നു. അങ്ങനെ ആ സമയത്ത് പോയൊരു കുറച്ച് ഓർമ്മകളേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ വീണ്ടും പോവാം. പക്ഷെ ഭയങ്കര എന്താ പറയുക ബിസി ആയിരുന്നെങ്കിൽ പോലും എന്നാലും നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റി. അങ്ങനെ ഞങ്ങൾ വീട് എത്തും. അങ്ങനെ ഞങ്ങൾ സവിധത്തിലെത്തി. ഭയങ്കര ലേറ്റായിപ്പോയി. അങ്ങനെ അപ്പോട്ട പ്രാക്ടീസ് തുടങ്ങി. കാരണം അപ്പോട്ട വൈഷ്ണവി അപ്പോട്ടേക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ശരിക്കും പറഞ്ഞാൽ പെണ്ണ് കാണാൻ പോയപ്പോൾ ആദ്യമായിട്ട് അവർ കാണുന്ന ആ ദിവസം അപ്പോട്ട നാട്ടിലേക്ക് വന്ന് ഒന്ന് കാണാൻ പോയി. അപ്പോൾ പഠിപ്പിച്ച കുറച്ച് സ്റ്റെപ്പാണ്. അപ്പോൾ അപ്പോട്ടേക്ക് പകുതി ഓർമ്മയുണ്ട്, പകുതി ഓർമ്മയില്ല. അപ്പം ശ്രീകുട്ടി വെച്ച് ഡെമോ കാണിക്കാനുള്ള ഒരുക്കത്തിലായിരുന്നു. അങ്ങനെ ഞങ്ങൾ കുറച്ച് എന്താ പറയുക പണ്ടത്തെ കുറച്ച് കളികളൊക്കെ കളിച്ച് ഇരുന്നു. ഞാൻ ഒരാളെ കണ്ടിട്ടുണ്ട്, അയാളുടെ ഷർട്ടിൻ്റെ നിറമെന്തെന്ന് പറയാമോ. അങ്ങനെ രാവിലെ അച്ഛൻ ആൾക്കാരൊക്കെ കൊണ്ടുവന്ന് ഫോട്ടോ എടുക്കും കാര്യങ്ങളൊക്കെയായി. അവർ നേരത്തെ എത്തി. പക്ഷേ എത്രയൊക്കെ എടുത്താലും ഞങ്ങൾ അപ്പോഴത്തെ കൂടെ പ്രത്യേകിച്ചൊന്നും എടുത്തില്ല. കാരണം എന്താണെന്നറിയില്ല, സമയം അങ്ങോട്ട് പോയ പോലെ. കാരണം തൃപ്രയാറായിരുന്നു വൈഷ്ണവിയുടെ വീട്. അപ്പോൾ അവിടെ വെച്ചിട്ടാണ് എൻഗേജ്മെൻറ്റ്. അപ്പം നല്ല ദൂരം ഉണ്ടോ വെച്ചാൽ അങ്ങനെയില്ല, എന്നാൽ ദൂരമുണ്ട്, അത്യാവശ്യം ദൂരമുണ്ട്. തൃശ്ശൂർ തന്നെ ആണെങ്കിലും ദൂരം കൂടുതലുള്ള പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ ഭയങ്കര ക്ഷീണമായിരുന്നു കേട്ടോ വണ്ടിയിൽ പോകുമ്പോൾ തന്നെ. അത് കഴിഞ്ഞ് ഞങ്ങൾ അതിൻ്റെ ഇടയിൽ കഴിക്കാനൊക്കെ ഇറങ്ങി. അവിടെ മുത്തശ്ശനും അമ്മയൊക്കെ ഞങ്ങളുടെ കൂടെ ജോയിൻ ചെയ്തു. പിന്നെ ഞാനും അമ്മുച്ചേച്ചിയും ഭയങ്കര ഉറക്കത്തിലായിരുന്നു. ഈ വീഡിയോ ലക്ഷ്മി കയറ്റി ഇട്ടതാണ്, അതുകൊണ്ട് ഞാനത് അറിഞ്ഞില്ല. അവസാനം അവൾ ഉറങ്ങുന്നൊരു വീഡിയോ കൂടെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി. ബാക്കിയെല്ലാം ഇതിൽ കാണാം. എല്ലാവർക്കും വന്ദനം. ഇതിൻ്റെ ഒരു ചടങ്ങാണ്. ഇത് വായിച്ച്
അപ്പോൾ ഇതാണ് ഒരു കുഞ്ഞ് എൻഗേജ്മെൻറ്റ് വീഡിയോ അപ്പോഴയുടെയും വൈഷ്ണവിയുടെയും. അപ്പോൾ അത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.